ഹായ് ഫ്രണ്ട്സ്, ഹിരോഷിമ നാഗസാക്കി ദിനങ്ങളുമായി ബന്ധപ്പെട്ട് LP, UP, HSS വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ക്വിസ് മത്സരത്തിന് ഉപകാരപ്പെടുന്ന 50 ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. പാർട്ട് 1 കാണാത്തവർ അത് കാണുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റുമൊക്കെ കമൻറ്റ് ചെയ്യുക. ലെറ്റ്സ് ഗോ. ഒന്നാമത്തെ ചോദ്യം, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോക സമാധാനത്തിനായി രൂപം കൊണ്ട സംഘടന ഏത്? ഐക്യരാഷ്ട്ര സംഘടന. ബോംബ് ആക്രമണത്തിന് ശേഷം ഹിരോഷിമ സന്ദർശിക്കുന്ന ആദ്യ അമേരിക്കൻ പ്രസിഡന്റ്? ബറാക് ഒബാമ. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ വേദനകളും ദുരിതങ്ങളും അവതരിപ്പിച്ച കൃതി? ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ. ഹൈഡ്രജൻ ബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? എഡ്വേർഡ് ടെല്ലർ. ഹിരോഷിമ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വിശാലമായ ദ്വീപ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ ഭരണാധികാരി ആരായിരുന്നു? ഹിരോഹിറ്റോ. ഇന്ത്യൻ അണുശക്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഹോമി ജെ ബാബ. സഡാക്കോ കൊക്കുകൾ എന്തിൻ്റെ പ്രതീകമാണ്? സമാധാനത്തിൻ്റെ പ്രതീകം. പാക് അണുബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അബ്ദുൽ ഖാദിർ ഖാൻ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഏറ്റവും അവസാനമായി കീഴടങ്ങിയത് ആരാണ്? ജപ്പാൻ. ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത്? ജപ്പാൻ. നാഗസാക്കി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ലോങ് കേപ്പ്. ആൻ ഫ്രാങ്ക് തൻ്റെ ഡയറിയെ വിളിച്ചിരുന്ന പേര് എന്തായിരുന്നു? കിറ്റി. ഏത് മഹായുദ്ധത്തിൻ്റെ അനന്തരഫലമാണ് രണ്ടാം ലോക മഹായുദ്ധം എന്ന് കണക്കാക്കുന്നത്? ഒന്നാം ലോക മഹായുദ്ധം, വേൾഡ് വാർ ഫസ്റ്റ്. ഒന്നാം ലോക മഹായുദ്ധം എന്നാണ് ആരംഭിച്ചത്? 1914 ജൂലൈ 28. ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചത് എന്നായിരുന്നു? 1918 നവംബർ 11. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചത് എന്നാണ്? 1939 സെപ്റ്റംബർ 1. രണ്ടാം ലോക മഹായുദ്ധത്തിലെ അച്ചുതണ്ട് ശക്തികൾ, ആക്സിസ് പവേഴ്സ് എന്നറിയപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ജപ്പാൻ, ജർമ്മനി, ഇറ്റലി. സഖ്യശക്തികൾ എന്നറിയപ്പെടുന്ന പ്രധാന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ബ്രിട്ടൻ, അമേരിക്ക, സോവിയറ്റ് യൂണിയൻ, ഫ്രാൻസ്. ജപ്പാൻ അമേരിക്കയിലെ പേൾ ഹാർബർ തുറമുഖം ആക്രമിച്ചത് എന്നായിരുന്നു? 1941 ഡിസംബർ 7. അമേരിക്ക ഹിരോഷിമയിലേക്ക് ബോംബ് ആക്രമണം നടത്തിയത് ആഴ്ചയിലെ ഏത് ദിവസമായിരുന്നു? തിങ്കളാഴ്ച. മാൻഹട്ടൻ പദ്ധതിക്ക് രൂപം നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ഫ്രാങ്ക്ലിൻ ടി റൂസ്വെൽറ്റ്. ജപ്പാൻ ജനത സമാധാനത്തിൻ്റെ പ്രതീകമായി ഹിരോഷിമയിൽ പണിത മ്യൂസിയം ഏതായിരുന്നു? ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയം. നാഗസാക്കിയിൽ ബോംബ് വിക്ഷേപിച്ച സമയം ഏതായിരുന്നു? പകൽ 11:02. ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്ക് രൂപകൽപ്പന ചെയ്തത് ആരാണ്? കെൻസോ ഡങ്കെ. നാഗസാക്കി പട്ടണത്തിന് പകരം ഏതു പട്ടണമായിരുന്നു ബോംബിടാൻ അമേരിക്ക ഉദ്ദേശിച്ചിരുന്നത്? കൊക്കുറ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഏകദേശം എത്ര ലക്ഷം പേരാണ് കൊല്ലപ്പെട്ടത്?
160 ലക്ഷം പേർ, അതായത് 1,60,00,000 ആൾക്കാർ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏകദേശം എത്ര ജനങ്ങളാണ് കൊല്ലപ്പെട്ടത്? 720 ലക്ഷം പേർ, അതായത് 7,20,00,000. ഐക്യരാഷ്ട്ര സംഘടന ദിനം എന്നാണ്? ഒക്ടോബർ 24. ഇന്ത്യ ആദ്യമായി ആണവ പരീക്ഷണം നടത്തിയത് എന്നായിരുന്നു? 1974 മെയ് 18. ഇന്ത്യ രണ്ടാമത് ആണവ പരീക്ഷണം നടത്തിയത് എന്നായിരുന്നു? 1998 മെയ് 11-നും 13-നുമായി. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പദ്ധതിയുടെ രഹസ്യനാമം എന്തായിരുന്നു? ഓപ്പറേഷൻ ശക്തി. ഇന്ത്യ രണ്ടാമത് ആണവ പരീക്ഷണം ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? അടൽ ബിഹാരി വാജ്പേയി. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ നേതൃത്വം ആർക്കായിരുന്നു? അഡോൾഫ് ഹിറ്റ്ലർ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇറ്റലിയെ ഏകാധിപതിയായ ഭരണാധികാരി ആരായിരുന്നു? ബെനിറ്റോ മുസോളിനി. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? വിൻസ്റ്റൺ ചർച്ചിൽ. ഹവായ് ദ്വീപ് സമൂഹത്തിലെ ഒവാഹു ദ്വീപിലുള്ള അമേരിക്കയുടെ നാവിക താവളം ഏത്? പേൾ ഹാർബർ. രണ്ടാം ലോകയുദ്ധ കാലത്തും അതിനു മുമ്പുമായി നാസികൾ ജർമ്മനിയിൽ നടത്തിയ ജൂത വംശഹത്യ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഹോളോകോസ്റ്റ്. യുദ്ധത്തിൽ തകർന്ന ഹിരോഷിമയെ എത്ര വർഷം കൊണ്ടാണ് ജപ്പാൻകാർ നവീകരിച്ചത്? 2 വർഷം കൊണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ കീഴടങ്ങാൻ സമ്മതിച്ച് സന്ധിയിൽ ഒപ്പുവെച്ചതെന്ന്? 1945 സെപ്റ്റംബർ 2-ന്. ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നത് എന്നാണ്? 1945 ഒക്ടോബർ 24. ഇന്ത്യ ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗമായത് എന്നാണ്? 1945 ഒക്ടോബർ 30-ന്. ജപ്പാൻകാർ അവരുടെ രാജ്യമായ ജപ്പാനിനെ വിളിക്കുന്ന പേര് എന്തായിരുന്നു? നിപ്പൺ. ജപ്പാൻകാരുടെ ദേശീയ കായിക വിനോദമായി അറിയപ്പെടുന്ന ഗുസ്തിയുടെ പേര്? സുമോ ഗുസ്തി. ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട വർഷം, മാസം, സമയം, തീയതി? 1945 ഓഗസ്റ്റ് 6 രാവിലെ 8:15-ന്. ട്രിനിറ്റി ടെസ്റ്റ് നടത്തിയത് എന്നായിരുന്നു? 1945 ജൂലൈ 16-ന്. ഹിരോഷിമയിൽ അണുബോംബ് പ്രയോഗിക്കപ്പെട്ടതിനു ശേഷം ആദ്യമായി വിരിഞ്ഞ പുഷ്പം ഏത്? ഒലിയാണ്ടർ പുഷ്പം. ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? രാജാ രാമണ്ണ. സെക്കൻഡ് ജനറൽ ആർമി ഏത് രാജ്യത്തിൻ്റെ സൈന്യമാണ്? ഈ ചോദ്യം നമ്മുടെ പാർട്ട് 1-ലെ ബോണസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഉത്തരം ജപ്പാൻ. ആദ്യത്തെ അണുബോംബ് പരീക്ഷണം അറിയപ്പെട്ടിരുന്ന പേര് എന്തായിരുന്നു? ട്രിനിറ്റി. അടുത്തത് നമ്മുടെ ബോണസ് ക്വസ്റ്റ്യൻ ആണ്. യുദ്ധവും സമാധാനവും എന്ന വിഖ്യാത ഗ്രന്ഥം എഴുതിയത് ആരാണ്? ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.